പ്രദർശനാനുമതി നിഷേധിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം വ്യാഴാഴ്ച സെൻസർ ബോർഡിന്റെ റിവ്യൂ കമ്മിറ്റി കാണും. അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചു. അതിനിടെ ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ചിത്രത്തിന്റെ പേരുമായി അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ് കാരണം എന്ന് അത് വ്യക്തമാക്കിയിട്ടില്ല. ജാനകി എന്ന ടൈറ്റിൽ മാറ്റണം എന്നും, ടൈറ്റിൽ മാത്രമല്ല ചിത്രത്തിൽ മുഴുനീളം യൂസ് ചെയ്യുന്ന ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേര് മാറ്റണം എന്നും ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഷോക്കോസ് നോട്ടീസ് പോലും തന്നിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും എത്രയും പെട്ടെന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുകയോ അല്ലെങ്കിൽ ഷോക്കോസ് നോട്ടീസ് തരികയോ ചെയ്യുക എന്ന് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. റീജിയണൽ സെൻസർ ഓഫീസർ ഞങ്ങളെ വിളിക്കുകയും അവർ ഒരു പ്രിവ്യൂ കമ്മിറ്റി ഈ വ്യാഴാഴ്ച മുംബൈയിൽ ഈ ചിത്രം ഒന്നുകൂടെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതുമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം. നമുക്കിപ്പം ലേബി സജീന്ദ്രൻ ചേരുകയാണ്. ഗുഡ് ഈവനിങ് ലേബി സജീന്ദ്രൻ. എമ്പുരാനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ 4 ഇരട്ടി കട്ടാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് ഇപ്പോൾ വാക്കാൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഷോക്കോസ് നോട്ടീസ് അവിടെ കാണുന്നുമില്ല. പ്രശ്നങ്ങൾ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുകയാണോ? സുരേഷ് ഗോപി അടക്കം ഇടപെട്ടോ? റിവ്യൂ കമ്മിറ്റി ഈ ചിത്രത്തിന് ഓക്കെ പറയുമോ വ്യാഴാഴ്ച? ലേബി. സുജയ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം സെൻസർ ബോർഡിന്റെ റിവ്യൂ കമ്മിറ്റി വീണ്ടും കാണും. വ്യാഴാഴ്ച മുംബൈയിലാണ് ചിത്രം വീണ്ടും റിവ്യൂ കമ്മിറ്റി കാണുക. ഇതിൽ അന്തിമമായി അനുകൂല നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ചിത്രത്തിന് സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് നൽകുകയോ ഇതിൽ ഷോക്കോസ് നൽകുകയോ ചെയ്യാത്തതിനെതിരെയാണ് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചിത്രം 27-ന് തിയേറ്ററുകളിൽ എത്തേണ്ടതായിരുന്നു. അതിന് മുന്നോടിയായി 18-നാണ് ഈ ചിത്രം സെൻസർ ബോർഡിന് മുൻപാകെ എത്തുന്നത്. ഇത് സെൻസർ ബോർഡ് തിരുവനന്തപുരത്ത് 18-ന് ഉച്ചയ്ക്ക് ഇത് കണ്ട് സെൻസർ ബോർഡിലെ 4 അംഗങ്ങളും ഒപ്പം സെൻസർ ബോർഡിലെ ഓഫീസറും കണ്ട് ബോധ്യപ്പെട്ട ചിത്രമാണ് പിന്നീട് കേന്ദ്ര ഓഫീസിൽ നിന്ന് വിളിച്ച് ഇതിൽ 48 മണിക്കൂറിനുള്ളിൽ അറിയാം. വ്യാഴാഴ്ച റിവ്യൂ കമ്മിറ്റി കാണട്ടെ. സിനിമകൾ എന്ന് പറയുന്നത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. എമ്പുരാനായാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആയാലും സിനിമ നിർമ്മിക്കുന്നത് അത് ആസ്വാദകന് കാണാൻ വേണ്ടിയാണ്.